ഞാൻ ആഷർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരും? പിണറായിയുടെ മൂന്നാം ഊഴം വീണ്ടും വരുമോ? അതോ ഈ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് UDFൻ്റെ ഭരണം വരുമോ? അതൊരു BJPക്ക് എത്ര സീറ്റ് കേരളത്തിൽ കിട്ടും? അതൊരു അക്കൗണ്ട് തുറക്കുമോ? ഇതൊക്കെ നമ്മൾ കാത്തിരുന്നത് ഈ 4-ാം തീയതി വോട്ടെണ്ണി ഫലപ്രഖ്യാപനത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനിടക്കാണ് ഒരുപാട് പ്രമുഖ ഏജൻസികളുടെ എക്സിറ്റ് പോൾ വന്നു. അതിലെല്ലാവരും പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. ആരും തന്നെ UDF അധികാരത്തിൽ വരില്ല, ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടാകുമെന്ന് ഒരു എക്സിറ്റ് പോൾ പോലും പറഞ്ഞിട്ടില്ല. ഇതിനെ കുറിച്ച് നടന്ന അവലോകന ചർച്ചകളൊക്കെ നടന്നപ്പോൾ ചില ചാനലുകാർ, ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞത് കേരളത്തിലൊരു തരംഗമില്ല, ഒരു ചെറിയ നേരിയ ഭൂരിപക്ഷത്തിന് UDF ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അതൊരു പിണറായി വിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗം എന്ന് പറയാൻ പറ്റില്ല എന്ന്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, വെറും കേവല ഭൂരിപക്ഷമായ 71 സീറ്റ് UDFന് ലഭിക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. കാരണം 40 സീറ്റിൽ നിന്നാണ് UDF 71 സീറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കേട്ടോ, അപ്പോൾ തന്നെ ഏകദേശം 25% വോട്ട് LDFന് നഷ്ടപ്പെട്ടു. 4-1 സീറ്റ് LDFന് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം തന്നെയാണല്ലോ. ഇത് സമ്മതിക്കാൻ പലരും തയ്യാറാകുന്നില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ, ഈ സർവേകളും ഓരോ ജില്ലയിലും ഓരോ നിയോജകമണ്ഡലത്തിലുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രവർത്തകർക്കായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നത്, എൻ്റെ ഒരു വിലയിരുത്തൽ ഈ തവണ UDFന് 93 സീറ്റിലധികം ലഭിക്കുമെന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട. 93-ൻ്റെയും 102-ൻ്റെയും ഇടയിൽ സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ 4-ാം തീയതി ഫലം എണ്ണിക്കഴിയുമ്പോൾ UDFന് കിട്ടും. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ 90-100 സീറ്റിൻ്റെ ഇടയിലേക്ക് UDFന് ലഭിക്കണമെങ്കിൽ കേരളത്തിലുണ്ടായിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അടിയൊഴുക്കുകൾ എന്തെന്ന് നമുക്ക് വിലയിരുത്താം. 2021 ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് CPMൻ്റെയും പിണറായി വിജയൻ്റെയും യഥാർത്ഥ മുഖം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം തിരിച്ചറിയുകയും അതുപോലെ തന്നെ ക്രിസ്തീയ മതവിഭാഗത്തിലെ ഒരു ശതമാനം 21-ൽ CPMന് വോട്ട് ചെയ്ത ഒരു വിഭാഗം, അവരും CPMൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പിണറായി വിജയന് 100% ബോധ്യം വരികയും പിന്നെ അവിടെ തുടർ ഭരണം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ കഴിയണം. ഇതായിരുന്നു CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും തന്ത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം വിരുദ്ധ പ്രസ്താവനകളും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ കടുത്ത ന്യൂനപക്ഷ വിരുദ്ധനായ വർഗീയവാദിയായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനൊക്കെ തോളിലേറ്റി കൊണ്ടു നടന്നതും ഈ ഒരു ഹിന്ദു വോട്ട്, പ്രത്യേകിച്ചും ഹൈന്ദവ വോട്ടുകൾ സ്വാധീനിക്കാൻ വേണ്ടിയായിരുന്നു. ഏറ്റവും അവസാനം ഞാനൊരൊറ്റ ഉദാഹരണം, കൂടുതലൊന്നും പറഞ്ഞ് ഈ സമയം നമ്മുടെ കളയുന്നില്ല. ഏറ്റവും അവസാനം വാൾപ്പാറ വാഹന അപകടം ഉണ്ടായി. അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിനുണ്ടാക്കിയ വെടിക്കെട്ട് തീ പിടിച്ചിട്ടും അവിടെയും അപകടമുണ്ടായി. ഈ 2 അപകടങ്ങൾ നടന്നിട്ട് തൃശ്ശൂർ പൂരത്തിൽ മരിച്ച ആളുകൾക്കും പരിക്ക് പറ്റിയവർക്കൊക്കെ 14 ലക്ഷം രൂപ മരിച്ച കുടുംബത്തിനും അവരുടെ മറ്റുള്ളവർക്കിട്ട് ആജീവനാന്ത ചികിത്സാ സൗകര്യങ്ങളും അവർ 2 ലക്ഷം രൂപയൊക്കെ ഗവൺമെൻറ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചു. പക്ഷെ ഇന്ന് വരെ വാൾപ്പാറയിൽ മരിച്ച ആളുകൾ മലപ്പുറം ജില്ലക്കാരാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഞാനിത് ജാതി മതമൊന്നും കണക്ക് പറയല്ല. അപ്പോൾ ഈ ആളുകൾക്ക്, ഈ കുടുംബങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ഞാനത് മനസ്സിലാക്കുന്നത് അത് വെള്ളാപ്പള്ളി നടേശനെ പേടിച്ചിട്ടാണ്. കാരണം UDF അധികാരത്തിൽ ഉണ്ടാകുമ്പോൾ കോഴിക്കോട് മാൻഹോളിൽ
അവരന്യ സംസ്ഥാന തൊഴിലാളികൾ ജീവൻ മരണ പോരാട്ടം നടത്തി മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ നൗഷാദ് എന്ന പയ്യൻ്റെ കുടുംബക്കാരോ ബന്ധുക്കളോ നാട്ടുകാരോ മതവിഭാഗത്തിൽപ്പെട്ട ആരുമല്ല, എന്നിട്ടും അവർ രക്ഷിക്കാൻ വേണ്ടി ആ വൃത്തികേടുകൾ കോഴിക്കോട് അങ്ങാടിയിലെ മുഴുവൻ വൃത്തികേടുകളും ഒഴുകി വരുന്ന ആ മാൻഹോളിലേക്ക് ചാടുകയും അതിദാരുണമായിട്ട് മരണപ്പെടുകയും ചെയ്തപ്പോൾ ആ കുടുംബത്തിന് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആ കുടുംബത്തിന് ആശ്വാസധനം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പോലും വർഗീയത കണ്ട നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ് പിണറായി വിജയൻ്റെ ഇന്നത്തെ ഉറ്റ സുഹൃത്ത്. CPM-ന്റെ തലമുതിർന്ന നേതാക്കൾക്ക് പോലും പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാൻ അവകാശമില്ലാത്തപ്പോൾ ആ കാറിൽ കയറ്റി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോയത് പിണറായി വിജയനാണ്. നവോത്ഥാന നായക പട്ടണയ്ക്ക് അതിൻ്റെ ചെയർമാൻ സ്ഥാനം വെള്ളാപ്പള്ളിക്ക് കൊടുത്തത് പിണറായി വിജയനാണ്. മലപ്പുറത്ത് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഈഴവർ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ അലയൊലി മാറുന്നതിന് മുമ്പ് തന്നെ ഇതേ വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയിട്ട് കുമാരനാശനോട് താരതമ്യം ചെയ്യുകയും നവോത്ഥാന നായകനാണ് എന്നൊക്കെ പറയുകയും ചെയ്തതും ഈ പറഞ്ഞ പിണറായി വിജയനാണ്. അപ്പോൾ ആ വെള്ളാപ്പള്ളി നടേശൻ അന്ന് നൗഷാദിൻ്റെ കുടുംബത്തിന് ഒരു ആനുകൂല്യം കൊടുത്തപ്പോൾ അതിൽ വർഗീയത കണ്ട വെള്ളാപ്പള്ളി തീർച്ചയായിട്ടും മലപ്പുറത്ത് ഈ പറഞ്ഞ വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിന് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിണറായിനോട് ഉടക്കും. അപ്പോൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പിണറായി വിജയനും ഇടതുപക്ഷവും വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കുകയും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ ജാതി മതമില്ല, രണ്ട് കൂട്ടർക്കും കൊടുക്കാൻ അർഹരാണ്. അവിടെ നമ്മൾ ജാതി നോക്കാൻ പാടില്ല. മരണത്തിലും അപകടങ്ങളിലും ദുരിതങ്ങളിലും ദുരന്തങ്ങളിലൊക്കെ ജാതിയും മതമൊക്കെ നോക്കുന്ന കുറേ വൃത്തികെട്ട ആളുകളുണ്ട്. അവരെ നമ്മൾ എന്തായാലും ഒറ്റപ്പെടുത്തേണ്ട വേണം. പക്ഷേ ഈ രണ്ട് തട്ടിൽ കണ്ടതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ. അതുപോലെ തന്നെ അഴിമതിയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. നമുക്കറിയാം, ഏകദേശം 800 കോടിയോളം രൂപ പിരിച്ച് കൈ കിട്ടിയിട്ട് പിന്നെ വേറെ ഒരു ഫണ്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഫണ്ട് ഏകദേശം 1000 ചില്ലാനം കോടി രൂപ കയ്യിലുണ്ടായിട്ടും 2 വർഷമായിട്ടും നമ്മുടെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കയറി താമസിക്കാൻ പറ്റുന്ന സുരക്ഷിതമായൊരു വീടുണ്ടാക്കാൻ പോലും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. CPM-കാരൊക്കെ സത്യത്തിൽ ചാനലിൽ കിടന്നിട്ട് ഇങ്ങനെ അതിനെ ന്യായീകരിക്കുമ്പോൾ കാണുമ്പോൾ ഒന്ന് ചവിട്ടാണിക്കൊന്ന് കൊടുത്താലും, അതിന് മലപ്പുറം ഭാഷ പറഞ്ഞാൽ ചെപ്പക്കുറ്റിക്കൊന്ന് കൊടുത്താലും അത്രയും വൃത്തികെട്ട ന്യായീകരണം അവർ നടത്തുന്നു. ഇത്രയും ഫണ്ട് കിട്ടിയിട്ട് എന്തു ചെയ്തു? ഊരാലുങ്കൽ എന്ന് പറയുന്ന CPM-ന്റെ ഒരു സംഘടന പോലെ പ്രവർത്തിക്കുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കുറേ ഫണ്ട് വായിക്കോരി കൊടുത്തു എന്നല്ലാതെ എന്താണ് അവിടെ ചെയ്തത്? അപ്പോൾ അതിന് ലീക്ക് വന്നു, ലീക്കല്ല, പൊട്ടലല്ല, വിള്ളലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി ചുരണ്ടിയതൊക്കെ ഉണ്ട്. ഇപ്പോഴും അവിടെ വീടാണോ കൊടുത്തത്, പട്ടയമാണോ കൊടുത്തത്, അതോ താക്കോലാണോ കൊടുത്തത്, അതോ വാക്കാണോ കൊടുത്തത് എന്ന് പോലും ഇപ്പോഴും അവരുടെ തന്നെ തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ് ഞാൻ ഈ കുടുംബങ്ങളിൽ കയറി താമസിക്കാനുള്ള വീടിൻ്റെ താക്കോൽ കൊടുക്കുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ മന്ത്രി പറഞ്ഞത് താക്കോലല്ല കൊടുത്തത്, വീടല്ല കൊടുത്തത്, പട്ടയമാണ് കൊടുത്തതാണ്. പിന്നെ അതിലിങ്ങനെ പൊട്ടി വെള്ളം ഒലിച്ചോ പറഞ്ഞത് ലീക്കല്ല, റബ്ബർ കൊണ്ട് പിന്നെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തത്. ഈ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇവിടെ മഴ പെയ്താൽ വെള്ളം ഒലിക്കുന്നത് നമ്മൾ പുതുതായിട്ട് കാണുക. പിന്നെ അവർ പറഞ്ഞ് ഈ 2 വർഷം ഡിലേ ആവാൻ കാരണം അതിൻ്റെ കുറേ നിയമപ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് വളരെ മനോഹരമായ 51 സത്യത്തിൽ മുസ്ലിം ലീഗിനെ അങ്ങേയറ്റം എതിർക്കുന്ന പാർട്ടികളും വ്യക്തികളും വരെ അതിനെ അഭിനന്ദിക്കുമ്പോൾ സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോകും. ഇത്ര മനോഹരമായ വീട്, ഗാർഡൻ അടക്കം ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് ഫുള്ള് ഫർണിച്ചർ കൊടുത്തു, അവർക്ക് വേണ്ട ഒരു മാസത്തോളം ജീവിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ അടക്കം കൊടുത്തിട്ടാണ് ആ വീടിന് അവർ കയറിയിരുന്നത്. എന്തൊക്കെ നുണപ്രചരണമാണ് നടത്തിയത്. ആ 51 വീട്ടുകാർ കൂടിയിട്ട് ഒരു ഹൗസ് വാമിങ് ഗംഭീരമായി നടത്താൻ വേണ്ടി അവരെല്ലാം കൂടിയിട്ട് ഷെയർ എടുത്ത് 12,000 രൂപ എങ്ങാണ്ട് ഓരോരുത്തരെടുത്തിട്ടാണ് അവരെ കുടുംബങ്ങളെ നാട്ടുകാരും വേണ്ടപ്പെട്ടവരൊക്കെ എല്ലാവരും കൂടി ഒറ്റ ഈ 51 കുടുംബങ്ങളും ജാതി മതം നോക്കാതെ ഒന്നിച്ച് ഒരു ദിവസം വീട് കയറിയിരിക്കാമെന്ന് തീരുമാനിച്ചതിനെ കുറിച്ച് വരെ ദേശാഭിമാനിയിൽ മുസ്ലിം ലീഗ് ഫണ്ട് പിരിച്ചു എന്നുള്ള ആക്ഷേപം വരെ ഉണ്ടായി. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് വൃത്തികേടുകൾ ചെയ്താലും അതിനൊക്കെ ഒരു നാണവുമില്ലാതെ ന്യായീകരിക്കുന്ന പിണറായി വിജയനെതിരിൽ
സത്യത്തിൽ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകടമായത് പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിലുണ്ടായത്. അതിൽ വലിയൊരു ശതമാനം CPM-ൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഓരോ ഭാഗത്തും പിണറായിക്കെതിരിൽ, പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരിൽ, പിണറായിയുടെ ദാഷ്ട്യത്തിനെതിരിൽ പ്രതികരിച്ചത് എന്നുകൂടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വ്യക്തമാകും. നാളെ ഇനി 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ CPM-ൻ്റെ ഉരുക്ക് കോട്ടകളിൽ സംഭവിച്ച ഈ പറഞ്ഞ അടിയൊഴുക്കുകൾ വ്യക്തമാക്കും പിണറായിയോട് എത്രത്തോളം CPM-കാർക്ക് എതിർപ്പുണ്ട് എന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പറയാം. ഒന്ന്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഈ നിയമസഭയിൽ ഒരു അംഗങ്ങൾ പോലും ഉണ്ടാവില്ല. അതുപോലെ CPIക്ക് 5-ൻ്റെയും 7-ൻ്റെയും ഇടയിൽ അംഗങ്ങളെ മാത്രമേ ജയിപ്പിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ 60% മന്ത്രിമാർ, 60-ൻ്റെയും 75-ൻ്റെയും ഇടയിലുള്ള ശതമാനം മന്ത്രിമാരും അവർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. അടുത്ത നിയമസഭ അവർ കണി കാണില്ല. അത് പല സ്ഥലത്തും CPM-ൻ്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള നിയോജകമണ്ഡലങ്ങളാണ് അവർ തോൽക്കുക എന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ടാകും. പിന്നെ മറ്റൊന്ന് വരാൻ പോകുന്നത്, കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിൽ 100-ക്ക് 100% UDF നേടിയ ഒരു സംഭവം നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ, അതായത് 99% സാധ്യതയുള്ളത് മലപ്പുറത്തെ അതേ അവസ്ഥ കോഴിക്കോട് ജില്ലയിൽ ആവർത്തിക്കും. UDF-ന് 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന കോഴിക്കോട് ജില്ലയിൽ 99%വും CPM ഒന്നുകിൽ ഒരു സീറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരൊറ്റ സീറ്റും ഇല്ലാത്തൊരു സാഹചര്യമുണ്ടാകും. കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ തന്നെ CPM-ൻ്റെ ഇത്രയും കാലം അവർ വിട്ടുകൊടുക്കാത്ത 2 സീറ്റുകളെങ്കിലും CPM നഷ്ടപ്പെടും. കണ്ണൂർ ജില്ലയിലും CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അടിയൊഴുക്കുകളുണ്ടാകും തീർച്ചയായും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മലപ്പുറം പോലെ തന്നെ CPM ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ കഴിയാത്തൊരു ജില്ലയായിട്ട് മിക്കവാറും കോഴിക്കോട് ജില്ല മാറും. കോഴിക്കോട് മാത്രമല്ല, എറണാകുളവും അതേ അവസ്ഥയാണ്. കോട്ടയവും ഇടുക്കിയും അതേ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ CPM-ൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും ഒക്കെ ആയ പുന്നപ്ര വയലാറിൻ്റെ നാട്ടിൽ CPM ആലപ്പുഴയിലും കൊല്ലത്തും CPM-നേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം അവിടെ UDF-ന് ലഭിക്കും. CPM അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുക പാലക്കാട്, തൃശ്ശൂർ, പത്തനംതിട്ട ജില്ലകളിൽ മാത്രമായിരിക്കും എന്നാണ് എൻ്റെ വലിയ. തിരുവനന്തപുരത്തും ഏകദേശം പിടിച്ചിരിക്കാൻ പറ്റും. മലബാർ പൂർണ്ണമായിട്ട് CPM-ൻ്റെ കൈയൊഴിയും. CPM-ൻ്റെ കഴിഞ്ഞ കാലത്ത് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുക്കൾക്ക് മെജോറിറ്റി ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതിൽ തന്നെ വലിയൊരു ശതമാനം ഈഴവരായിരുന്നു. ആ ഈഴവ വോട്ടുകളിൽ വലിയൊരു ശതമാനം BJP-യിലേക്ക് ഈ പ്രാവശ്യം അടിയൊഴുക്കുണ്ടായിട്ടുണ്ടാവും. BJP-ക്ക് 2-3 സീറ്റ് കിട്ടിയാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല. ഏകദേശം 17-18% വോട്ട് വിഹിതവും BJP-ക്ക് ലഭിക്കും. എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച്, നിങ്ങൾക്ക് ചിലർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, 10 സീറ്റുകളെങ്കിലും കേരളത്തിൽ BJP 2-ാം സ്ഥാനത്തേക്ക് വരും. അവിടങ്ങളിൽ പണ്ട് ജയിച്ചിരുന്ന CPM അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ 4-ാം തീയതിക്ക് ശേഷം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊന്നും കൂടി നിങ്ങൾ എഴുതി വെച്ചോളൂ. അടുത്ത 5 വർഷം CPM-ന് ഭരണമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലൊക്കെ അവസ്ഥയിലേക്ക് CPM ഉപ്പുവെച്ച കലം പോലെയാകും. ഇതിനെല്ലാം കാരണം പാവപ്പെട്ട അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ പാർട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സഖാക്കളല്ല. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ദാർഢ്യക്കാരൻ, ഞാനും എൻ്റെ മക്കളും മരുമകനും മാത്രം മതി എന്ന് ചിന്തിക്കുന്ന പിണറായി വിജയനായിരിക്കും ഈ CPM-ൻ്റെ അവസാനത്തെ ആണിക്കല്ല് തറക്കുന്ന ആൾ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.